രോഗത്തിലും ഒക്കെ ജീവിതത്തിൽ വളരെയധികം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പശ്ചാത്തലം എന്തായിക്കൊള്ളട്ടെ, ഏത് ജാതിയിൽ മതത്തിലോ ഏത് സമൂഹത്തിലോ പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് സമാധാനം തരുവാൻ കഴിയും. നിങ്ങളുടെ പാപത്തിന് മോചനം തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. വിശുദ്ധ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുമപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന്. പ്രിയമുള്ളവരെ, മനുഷ്യനിൽ പാപം നിറഞ്ഞ ജീവിതമായതുകൊണ്ട് സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെട്ട് ലക്ഷ്യബോധമില്ലാതെ നിരാശയിലും ഭാരത്തിലുമായിരിക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ സകല മഹിമകളെ വിട്ടുകൊണ്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചത് കൊണ്ട് നിങ്ങളുടെ പാപത്തിന് പരിഹാരം തരുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, മദ്യവും മയക്കുമരുന്നവും ഒന്നും ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. പ്രസ്തുത അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളത്തിൽ സ്വീകരിപ്പാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നാളെ എന്നത് നമ്മുടെ കരങ്ങളിലുള്ളതല്ല. നാളെ എന്ന ജീവിതം ഒരുപക്ഷേ ഇന്ന് കണ്ട മനുഷ്യർ നാളെ കാണുവാൻ കഴിയാത്തത് പോലെ ഒരു നിഴൽ പോലെ മനുഷ്യനോടൊപ്പം എപ്പോഴും മരണമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ ആകട്ടെ എന്ന് നമുക്ക് മാറ്റിക്കൊണ്ട് കഴിയാൻ കഴിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയമുള്ളവരെ, യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപത്തിന് മോചനം തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അനേക ദേശങ്ങളിൽ നാളുകളായി ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം ഈ ഡൈമുക്ക് എന്ന ദേശത്ത് മുഴങ്ങി കേൾക്കുമ്പോൾ, ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിയുമോ? എന്റെ ജീവിതം ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഇനി പാപത്തിൽ ജീവിക്കാൻ ഞാനില്ല. പ്രിയമുള്ളവരെ, പാപത്തിൽ ജീവിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. പെട്ടെന്ന് മനുഷ്യന്റെ മരണം കടന്നുകൂടി എന്നിരിക്കാം. എന്നാൽ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറമായിട്ട് ഒരു നിത്യജീവനുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറമായിട്ട് ഒരു ന്യായവിധിയുണ്ട്. എന്നാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ വിശുദ്ധ വചനത്തിൽ വായിക്കുന്ന പോലെ, അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇപ്പോൾ യാതൊരു ശിക്ഷാവിധിയും ഇല്ല. കർത്താവായ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ആ മരണത്തിന് അപ്പുറമായിട്ടുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. നിത്യജീവനിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, യേശുവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിന് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും അതൊരു അനുഗ്രഹം തന്നെയാണ്. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ സ്വീകരിപ്പാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ ഈ സന്ദേശം ഏറ്റുവയ്ക്കുന്നു. ദൈവ കർത്താവിന്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.